മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ സമയത്ത് നേരം കെട്ട നേരത്ത് കാവുകളിൽ പ്രവേശിക്കരുതെന്ന്. ഞാനും മറ്റുള്ളവരെ പോലെ ആയിരുന്നു. ചെയ്യരുതെന്ന് പറയുന്നതേ ചെയ്യൂ. കാവിൻ്റെ ഉള്ളിലേക്ക് കയറി മുന്നോട്ട് നടക്കുമ്പോൾ എന്തോ ഒന്ന് എൻ്റെ പിന്നിൽ നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ വന്നു കയറിയത് ഒരു കുരുക്കിലേക്കാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. നെഞ്ചിടിപ്പോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ ഒരു അജ്ഞാത രൂപം എനിക്ക് കാണാൻ സാധിച്ചു. രക്ഷകനായി കരുതിയ ദൈവത്തെ പോലും പേടിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കാവിനുള്ളിലെ നാഗദൈവങ്ങളുടെ രൂപവും മഞ്ഞപ്പൊടിയുടെ ഗന്ധവും എല്ലാം കൂടി എന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. മനുഷ്യന്റെ ഉടലും 4-5 സർപ്പത്തിൻ്റെ തലയുമുള്ള ഒരു രൂപത്തിൻ്റെ നിഴൽ നിമിഷ നേരം കൊണ്ട് ഞാൻ നിലംപതിച്ചു. കണ്ണു തുറക്കുമ്പോൾ സന്ധ്യയായി. എന്നിരുന്നാലും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പേടിയോടുകൂടി ഞാൻ എണീറ്റു. തിരികെ വീട്ടിലേക്ക് ഓടുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. വള്ളിപ്പടപ്പുകൾക്ക് പിന്നിലായി ഉയരത്തിലൊരു പ്രതിമ. ഞാൻ കണ്ട അതേ നിഴലിൻ്റെ രൂപം. വീട്ടിലെത്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നുകിൽ ആ പ്രതിമയിൽ വെയിലടിക്കുമ്പോഴുണ്ടായ നിഴൽ, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു ചിന്തിക്കാൻ.